നമസ്കാരം. എപ്സ്റ്റീൻ ഫയൽ. അമേരിക്കൻ നിയമവകുപ്പ് പുറത്തുവിട്ട ഈ രേഖകളിൽ ആരുടെയൊക്കെ പേരുകൾ ഉണ്ട്? ലോകം ഇപ്പോൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരടക്കം ഈ രേഖകളിൽ ഉണ്ട്. എന്നാൽ എപ്സ്റ്റീൻ ഫയലിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? അവർ തെറ്റുകാരാണ് എന്നാണോ? അവരെല്ലാം കുറ്റം ചെയ്തു എന്നാണോ? അവർക്കൊക്കെ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ്? അവരൊക്കെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന മൾട്ടി ബില്യണർ ബിസിനസ്മാൻ നടത്തിയിട്ടുള്ള പെൺവാണിഭ പാർട്ടികളിൽ പങ്കെടുത്തു എന്നാണ്? അതെ എന്ന് പറയാൻ സാധിക്കില്ല. അമേരിക്കയിലെ സാധാരണ കുടുംബത്തിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ജനിച്ചത്. സാമാന്യമായ വിദ്യാഭ്യാസം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ശതകോടീശ്വരൻ ആയി മാറാൻ ജെഫ്രിക്ക് സാധിച്ചു. അതിന് അദ്ദേഹം തെരഞ്ഞെടുത്ത മാർഗം എന്നത് തട്ടിപ്പും വെട്ടിപ്പുമായിരുന്നു. പിന്നീട് ലോക നേതാക്കൾ, ലോകം അറിയപ്പെടുന്ന ബിസിനസ്മാൻമാർ, ലോകത്തെ തന്നെ സ്വാധീനമുള്ള വലിയ വ്യക്തിത്വങ്ങൾ, ഇവരുമായാണ് എപ്സ്റ്റീൻ ബന്ധം പുലർത്തിയിരുന്നത്. ഇവരിൽ പലരും എപ്സ്റ്റീൻ്റെ പെൺവാണിഭ ചടങ്ങുകളിൽ, പാർട്ടികളിൽ പങ്കെടുത്തു എന്നത് വസ്തുത തന്നെയാണ്. അതേസമയം ഇങ്ങനെയുള്ള പലരെയും ചതിക്കുഴിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടിയാണ് എപ്സ്റ്റീൻ പലരുടെയും പേരുകൾ ഉപയോഗിച്ചത് എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയത് തൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നും താൻ പറഞ്ഞ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തു എന്നും അത് അമേരിക്കൻ പ്രസിഡന്റിന് സന്തോഷമുണ്ടാക്കി എന്നും എപ്സ്റ്റീൻ ഒരു മെയിലിൽ പറയുന്നു. എന്നാൽ ഈ മെയിൽ ആർക്കാണ് അയച്ചത് എന്നതിൽ വ്യക്തതയില്ല. ആർക്കെങ്കിലും മെയിൽ അയച്ചോ എന്നതിൽ പോലും വ്യക്തതയില്ല. ആ ഡോക്യുമെന്റിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്ന് മാത്രവുമല്ല, എപ്സ്റ്റീന് താല്പര്യമുള്ള എന്ത് പ്രവൃത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇന്ത്യക്കോ അമേരിക്കയ്ക്കോ ഉണ്ടായത് എന്ന സംശയവും ബാക്കിയാണ്. അതിലേറെ കൗതുകകരം അമേരിക്കയ്ക്ക് ഇന്ത്യയേക്കാൾ ഏറെ പ്രിയപ്പെട്ട രാജ്യം ഇസ്രായേൽ ആണ് എന്നതാണ്. ആ ഇസ്രായേലിനു വേണ്ടി ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തൻ്റെ പാർട്ടികളിൽ പങ്കെടുത്തില്ല എന്ന് തെളിയിച്ചാൽ താൻ ഒരു സമ്മാനം നൽകാം എന്ന് മറ്റൊരു മെയിലിൽ പറയുന്നു. സ്റ്റീഫൻ ഹോക്കിങ്സ് ആ പാർട്ടിയിൽ പങ്കെടുത്തതിന് തെളിവുകൾ ഉണ്ട്. എന്താണ് ഇത്തരത്തിൽ ഒരു മെയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം? ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഉത്തരം കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. ഈ ഫയൽ പുറത്തു വന്നതിന് ശേഷം അർദ്ധസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞ നിരവധിയായ വാർത്തകൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നു എന്നതാണ് വസ്തുത. എപ്സ്റ്റീൻ ഫയലിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം പേജുകൾ ഉണ്ട് എന്നതാണ് വിവരം. അതിൽ 2000-ലധികം ദൃശ്യങ്ങളും 100 കണക്കിന് ചിത്രങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന പല ചിത്രങ്ങളും AI നിർമ്മിതമാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സമീപനം പല ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എന്നത് എപ്സ്റ്റീൻ നൽകിയ വിരുന്നുകളിൽ മനുഷ്യമാംസം പാചകം ചെയ്ത് വിഭവമാക്കി വിളമ്പിയിരുന്നു എന്നാണ്. ഇത്തരം ഒരു കണ്ടെത്തലും അന്വേഷണ ഏജൻസിക്ക് നടത്താനായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചികയുന്നവർ, തിരയുന്നവർ വസ്തുതാപരമായ വാർത്തകളെ മാത്രം വിശ്വസിക്കുക. അന്വേഷണ ഏജൻസിയുടെ സ്ഥിരീകരണം ഉണ്ട് എങ്കിൽ അതിൽ മാത്രം യഥാർത്ഥമെന്ന, സത്യമെന്ന കണ്ടെത്തലിലേക്ക് എത്തുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.